കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ അത് സ്വമനസ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം നമ്മൾ നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളൊരു സങ്കീർത്തനമാണ്. അവിടെ പഴയ നിയമ ജനത കർത്താവിനെ, ദൈവത്തെ തങ്ങളുടെ ഇടയനായി അവർ മനസ്സിലാക്കിയിരുന്നു. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളിലും കരുതുന്ന, സംരക്ഷിക്കുന്ന, വഴി നടത്തുന്ന ദൈവത്തെ ഞങ്ങളുടെ ഇടയൻ എന്നാണ് അവർ വിളിച്ചത്. സുവിശേഷം നമ്മൾ കാണുകയാണ്, ഈശോ തന്നെ പറയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ പഴയ നിയമ ചിത്രീകരണത്തിൻ്റെ പൂർത്തീകരണമായി താൻ ദൈവമാണ് എന്നുള്ള ഏറ്റവും വലിയ സത്യത്തെയാണ് ഈശോ പ്രഘോഷിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തെ അവർ ഇടയനെന്ന് വിളിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ തന്നെ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. പറഞ്ഞാൽ ദൈവമാണ് എന്നുള്ളൊരർത്ഥം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഇനി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവാകുന്ന ദൈവത്തെക്കുറിച്ച് തന്നെ ഈശോ പറയുമ്പോൾ ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് നല്ല ഇടയൻ എന്ന വാക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ഇടയന് തൻ്റെ ആടുകളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത്. അത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഈശോ പറഞ്ഞത് താൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു എന്നാണ്. ഏതറ്റം വരെ സഹിക്കേണ്ടി വന്നാലും ആ അറ്റം വരെ സഹിച്ചും ജീവൻ നൽകിയും തൻ്റെ ആടുകളെ സ്നേഹിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. ഇവിടെ നമ്മുടെ മനുഷ്യൻ്റെ മാനുഷികമായ സ്നേഹവും ദൈവം നമ്മോട് കാണിച്ച സ്നേഹവും തമ്മിൽ ചെറിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ഒരാളെ സ്നേഹിക്കുന്നത് ഏതറ്റം വരെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേദന ഉണ്ടാകുന്നത് വരെ സ്നേഹിക്കും. അതിനപ്പുറം നമ്മളാരും സ്നേഹിക്കുകയില്ല. നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിച്ചു, അവർ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്നേഹം തുടരും. ഒരു സുപ്രഭാതത്തിൽ നാം ആരെ സ്നേഹിക്കുന്നുവോ അവരിൽ നമുക്ക് അല്പം മുറിവുണ്ടായാൽ, വേദന ഉണ്ടായാൽ, വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു നിസ്സംഗതയോ നിസ്സഹായതയോ ഒക്കെ അവരിൽ നിന്നും അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം അവിടെ അവസാനിക്കും. പിന്നെ നമ്മൾ തുടർന്ന് സ്നേഹിക്കില്ല. ഇത് മാനുഷികമായ സ്നേഹമാണ്. പക്ഷേ ദൈവിക സ്നേഹത്തെക്കുറിച്ച്, നല്ല ഇടയൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് ജീവൻ നൽകിയും ജീവൻ പോകുവോളം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. മുറിവുകളുണ്ടായപ്പോൾ സ്നേഹം നിർത്തിയില്ല. നമ്മൾ വേദനകൾ നൽകിയപ്പോൾ നമ്മോടുള്ള സ്നേഹം നിർത്തിയില്ല. അവൻ്റെ താടിമീശ പിടിച്ചു പറിച്ചപ്പോൾ അവൻ നമ്മെ സ്നേഹിക്കാതിരുന്നില്ല. അവൻ്റെ ശിരസ് മുതൽ ഉഴവുചാൽ പോലെ കാൽപാദം വരെ ഉഴുതു മറിച്ചപ്പോൾ അവൻ നമ്മെ സ്നേഹിക്കാതിരുന്നില്ല. അപ്പോഴും നമ്മെ സ്നേഹിച്ചു. അപ്പോൾ മുറിവുകൾക്കും മീതെ ദൈവം നമ്മെ സ്നേഹിച്ചു.
അടിയേറ്റപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു, തകർക്കപ്പെട്ടവൻ അവൻ നമ്മെ സ്നേഹിച്ചു, മരണത്തോളം അവൻ നമ്മെ സ്നേഹിച്ചു. അതാണ് നമ്മുടെ സ്നേഹവും കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ സ്നേഹം മുറിയപ്പെടുന്നത് വരെയാണെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം ജീവൻ നൽകുന്ന ഒരു സ്നേഹമാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത, അത് വ്യക്തിപരമായ സ്നേഹം കൂടിയാണ്. വ്യക്തിപരമായി അറിയുന്ന ഒരു സ്നേഹം. എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു, വ്യക്തിപരമായി അറിയുന്നു എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വ്യക്തിപരമായി നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. മൂന്നാമത് സുവിശേഷം നാം കാണുകയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹവലയത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ ആലയിൽപ്പെടാത്ത ആളുകളുണ്ട്, അവരെയും ഇതിനകത്ത് കൊണ്ടുവരണമെന്നാണ് ഈശോ പറഞ്ഞത്. ആദ്യവായന നമ്മൾ കേട്ടൊരു കാര്യമാണ്. അപ്പസ്തോലനായ അല്ലെങ്കിൽ പത്രോസ്ലീഹ കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ ചെന്ന്, ഒരു വിജാതീയൻ്റെ ഭവനത്തിൽ ചെന്ന് സുവിശേഷ പ്രഘോഷണം നടത്തിയപ്പോൾ ആ വിജാതീയരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇത് യഹൂദർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വന്ന പത്രോസിനോട് ചോദിച്ചു, ഇതെന്താണ് സംഭവിച്ചത്? വിജാതിയുടെ ഇടയിൽ അവരുടെ മേൽ ആത്മാവിനെ നൽകിയോ? അതെങ്ങനെ ശരിയാകും? അപ്പോഴാണ് പത്രോസ് തനിക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ചും ദൈവം വിശുദ്ധീകരിച്ചതിനെ താൻ മലിനമെന്ന് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് വിജാതിയരിലേക്കുള്ള തൻ്റെ ശുശ്രൂഷ ദൗത്യത്തെക്കുറിച്ച് പത്രോസ്ലീഹ പറയുന്നത്. പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പറഞ്ഞപ്പോൾ ആത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചതുപോലെ വിജാതിയരുടെ ഇടയിലും സുവിശേഷം പറഞ്ഞപ്പോൾ അവർ വിശ്വാസത്തിൽ അത് സ്വീകരിച്ചപ്പോൾ അവരുടെ മേലും ദൈവം തൻ്റെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടായി. അത് തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? വേണ്ടെന്ന് പറയാൻ ഞാൻ ആരാണ് എന്നാണ് പത്രോസ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പത്രോസ്ലീഹ അപ്പോസ്തലപ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 34 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യമുണ്ട്. പത്രോസ്ലീഹ കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവൻ ഏത് ജനതയിൽപ്പെട്ടവനാണെന്നും ദൈവഭയവും ദൈവനീതിയും ഒക്കെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ സകലരെയും ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല തൻ്റെ സ്നേഹവലയത്തിൽ നിന്ന്. ഒരാളെ പോലും ഈ സ്നേഹവലയത്തിൽ നിന്ന് കർത്താവ് മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇടയൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്നത്തെ സുവിശേഷം, അല്ലെങ്കിൽ ഈശോയാകുന്ന കുരിശിൽ നമുക്ക് വേണ്ടി, ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകിയ ഓരോ വിശുദ്ധ കുർബാനയിലും സ്വന്തം ജീവൻ നമുക്ക് പകുത്ത് തന്നുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ആ നല്ല ഇടയൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് സുവിശേഷം വരച്ച് കാണിക്കുന്നത്. ഇത് നമ്മുടെ വ്യക്തിപരമായ അനുഭവമായി മാറുമ്പോഴാണ് നമുക്ക് ആ സ്നേഹത്തോട് പ്രത്യുത്തരിക്കാൻ പറ്റും. ജീവനോളം അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ജീവൻ നൽകി അവൻ എന്നെ സ്നേഹിച്ചു, എന്നെ വ്യക്തിപരമായി ഈശോ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നിത്യമായ പരിശുദ്ധമായ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഈ സ്നേഹത്തിൽ അവൻ എന്നെയും ചേർത്ത് പിടിക്കുന്ന ആ നിത്യമായ അനുഭവമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസയാത്രകളിൽ ഒരുവനെ കൈപിടിച്ച് നടത്തുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം അത് ലോകം തരുന്ന സ്നേഹമല്ല. ഈശോ തരുന്ന സമാധാനം അത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ദൈവീക സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെയും കൈപിടിച്ചുയർത്തണമെന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.